ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 3 സ്റ്റഡി വിത്ത് മീ ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എങ്ങനെയാണെന്ന് നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ സിമ്പിൾ വരയ്ക്കുക, മൂലകത്തിൻ്റെ സിമ്പിൾ വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ എഴുതുക. ഇപ്പോൾ ക്ലോറിനാണെങ്കിൽ അതിൻ്റെ 287 എന്ന് വരും. അറ്റോമിക് നമ്പർ 17ആണ്. അപ്പോൾ 287 എന്നാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അതിനുശേഷം അതിൻ്റെ ബാഹ്യതമ ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് നമ്മൾ എലമെൻറ്റിൻ്റെ സിമ്പലിന് ചുറ്റും, അതായത് ഈ സിമ്പലിന് ചുറ്റും നമ്മൾ ഡോട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സോഡിയത്തിൻ്റെ വരച്ചേക്കുന്നത് കണ്ടോ? സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ. അത് നമ്മൾ സോഡിയത്തിൻ്റെ സിമ്പിൾ എഴുതി ആ ഒരു ഡോട്ട് കാണിക്കുന്നു. ആ ഒരു ഇലക്ട്രോണെയാണ് നമ്മൾ ഡോട്ടായിട്ട് കാണിക്കുന്നത്. ആ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡോട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ കേസിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 7 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ക്ലോറിന് ചുറ്റുമായിട്ട്, സിമ്പിളിന് ചുറ്റുമായിട്ട് നമ്മൾ ഡോട്ടായിട്ട് കാണിക്കുന്നത്. അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ 1 2 അങ്ങനെ 7 അതിന് ചുറ്റും വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഫോർമേഷൻ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ കാണിക്കുന്ന എണ്ണയും സിഎലും കൂടെ ചേർന്നാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ എണ്ണ വരയ്ക്കുക പ്ലസ് സിഎല്ലിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അത് ഫോം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോഡിയത്തിലുള്ള ഒരു ഇലക്ട്രോൺ ആര് വാങ്ങുന്നു? ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫോർമേഷൻ കാണിക്കുമ്പോൾ സോഡിയം എഴുതുക, എന്നെ സിമ്പിൾ വരയ്ക്കുക. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺസ് ആയി? 28. ഒരെണ്ണത്തെ വിട്ടുകൊടുത്തോണ്ട് അവിടുത്തെ കോൺഫിഗറേഷൻ എന്താവും? 2 8. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോണ്ട് പോസിറ്റീവ് ചാർജാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി 2 ഇലക്ട്രോണിനെയാണ്, വേറൊരു എലമെൻ്റ് ആണെന്ന് വെച്ചോ, അത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? 2+ എന്ന് എഴുതണം. ഇവിടെ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോണ്ടാണ് ഇവിടെ പ്ലസ് ചാർജ് എന്ന് കാണിച്ചേക്കുന്നത്. 1+ എന്നാണ് അർത്ഥം. ഇനി ക്ലോറിൻ ഇവിടെ 7 ഉള്ളായിരുന്നു. അത് ഒരു ഇലക്ട്രോണിനെ സോഡിയത്തിൽ നിന്ന് വാങ്ങിയാണ് ഫോം ചെയ്തത്, സോഡിയം ക്ലോറൈഡ്. അതുകൊണ്ട് മൈനസ് ചാർജ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 2 8 8. ഈ 7ൻ്റെ അവിടെ ഒരു ഇലക്ട്രോണും കൂടെ കൂടി അങ്ങനെ 8. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വെച്ചുള്ള ഫോർമേഷൻ കാണിക്കുന്നത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വെച്ച് തന്നെ നമുക്ക് സോഡിയത്തിന് രാസപ്രവർത്തനത്തിന് മുമ്പും രാസപ്രവർത്തനത്തിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം, ചാർജ്, ക്ലോറിൻ്റെയും നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിന് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം തന്നെ വെച്ച് നോക്കി പറയാൻ സാധിക്കും 281 ആണ്. ഇനി റിയാക്ഷൻ നടന്ന ശേഷമാണെങ്കിൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം 2 8 ആണ്. ഇനി ക്ലോറിൻ്റെ ആണെങ്കിൽ രാസപ്രവർത്തനത്തിന് മുമ്പ് ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് എത്രയാണ്? 2 8 7 ആണ്. രാസപ്രവർത്തനം നടന്ന ശേഷം ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഒരു ഇലക്ട്രോൺ കൂടി, അങ്ങനെ 2 8 8. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വെച്ച് തന്നെ നമുക്ക് അതിന് മുമ്പുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും പറയാൻ സാധിക്കും. ഇനി നോക്കാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസുകളുടെ എണ്ണം 11 ആണ്. 2 8 1 11. റിയാക്ഷൻ നടന്ന ശേഷം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് സോഡിയം. അപ്പോൾ അവിടെ 10 ഇലക്ട്രോൺസായി സോഡിയത്തിൻ്റെ കേസിൽ. ക്ലോറിൻ നോക്കൂ, ക്ലോറിന് 17 ഇലക്ട്രോൺസ് ആയിരുന്നു റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ്. റിയാക്ഷൻ നടന്ന ശേഷം, രാസപ്രവർത്തനത്തിന് ശേഷം അവിടെ 18 ഇലക്ട്രോൺസായി. 2 8 8 18 ഇലക്ട്രോൺസായി. ഒരു ഇലക്ട്രോൺ കൂടുകയാണ് ചെയ്തത്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കുറയുകയാണ് ചെയ്തത്. പ്രോട്ടോണുകളുടെ എണ്ണം റിയാക്ഷൻ നടക്കുമ്പോഴും റിയാക്ഷൻ നടന്ന ശേഷവും എത്ര തന്നെയാണ്? 11 ആണ് സോഡിയത്തിൻ്റെ കേസ്. അതുപോലെ തന്നെ ക്ലോറിനും പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല, 17 തന്നെയാണ്. അപ്പോൾ ഓർത്തോളുക, പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. ഇനി റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പേ എന്തായിരുന്നു? ന്യൂട്രലായിരുന്നു, ചാർജൊന്നും ഇല്ലായിരുന്നു. റിയാക്ഷൻ നടന്ന ശേഷം അതെന്ത് ചാർജായി മാറി? പോസിറ്റീവ് ചാർജായി മാറി. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്, അപ്പോൾ പോസിറ്റീവ് ചാർജായി മാറി. ക്ലോറിനും ന്യൂട്രലായിരുന്നു, ചാർജ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇലക്ട്രോണിനെ വാങ്ങിയത് കൊണ്ട് ക്ലോറിൻ എന്തായി മാറി? നെഗറ്റീവ് ചാർജായി മാറി. അപ്പോൾ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചതുകൊണ്ട് അതിൻ്റെ ചാർജ് നെഗറ്റീവായി. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തതുകൊണ്ട് അതിൻ്റെ ചാർജ് റിയാക്ഷന് ശേഷം പോസിറ്റീവുമായി. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് നോക്കാം. 2 മഗ്നീഷ്യം 2 ഓക്സിജൻ മോളിക്യൂളുമായി ചേർന്ന് 2 MgO മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു.
അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുന്നത്? മഗ്നീഷ്യം 12 അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ Mg ആണ്. അപ്പോൾ 282 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. അതാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ടായിട്ട് കാണിക്കുന്നത്. പ്ലസ് ഓക്സിജൻ 26 8 അറ്റോമിക് നമ്പർ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. അത് നമ്മൾ ഡോട്ടായിട്ട് കാണിക്കുന്നു, 6 ഇലക്ട്രോൺസിന്. ഇനി അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ അത് സ്റ്റേബിൾ ആവുന്നു, സ്ഥിരതയുള്ളവരായി മാറുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അത് സ്റ്റേബിളായി, സ്ഥിരതയുള്ളതായി മാറുന്നു. അപ്പം മഗ്നീഷ്യം തൻ്റെ ബാഹ്യതമ ഷെല്ലിലിരിക്കുന്ന 2 ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് നൽകുന്നു. ഓക്സിജൻ ആ 2 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ 2 8 മാറുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യവും 2 8 മാറുന്നു. കാരണം ഈ 2 ഇലക്ട്രോണാണ് ഓക്സിജന് സ്റ്റേബിൾ ആവാൻ കൊടുത്തത്. അപ്പോൾ എങ്ങനെ വരും നമ്മുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം? മഗ്നീഷ്യം സിമ്പിൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് 2+. കണ്ടോ, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇവിടെ 2+. അപ്പോൾ അവിടുത്തെ കോൺഫിഗറേഷൻ 2 8, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇനി ഓക്സിജൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു, ആ 2 ഇലക്ട്രോണിനെ ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ചാർജ് എങ്ങനെ എഴുതും? 2 ഇലക്ട്രോണിനെ വാങ്ങിയത് കൊണ്ട് 2- എന്ന് എഴുതി. അവിടെ കോൺഫിഗറേഷനും 2 8 എന്ന് വരും. 2 6 ആയിരുന്നു, 2 ഇലക്ട്രോണിനെ വാങ്ങിയാണ് 2 8 ആയത്. ഇനി മഗ്നീഷ്യത്തിൻ്റെ ഓക്സിജൻ്റെയും കേസിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോണുകളുടെ എണ്ണവും ചാർജും രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷമുള്ളത് നോക്കാം. മഗ്നീഷ്യം കോൺഫിഗറേഷൻ എന്താണ്? ഡോട്ട് ഡയഗ്രാം നോക്കി നമുക്ക് പറയാം. 2 8 2. ഇനി രാസപ്രവർത്തനത്തിന് ശേഷം എന്തായി മാറി? 2 8 മാറി മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം. ഓക്സിജൻ്റെ രാസപ്രവർത്തനത്തിന് മുമ്പ്, ബിഫോർ കെമിക്കൽ റിയാക്ഷന് 2 6 ആയിരുന്നു. രാസപ്രവർത്തനത്തിന് ശേഷം, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ, അത് 2 8 മാറി. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം 12 ഇലക്ട്രോൺ ആയിരുന്നു മഗ്നീഷ്യത്തിന് രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ്. രാസപ്രവർത്തനം നടന്ന ശേഷം അവിടെ 10 ഇലക്ട്രോൺസേ ഉള്ളൂ. 2 ഇലക്ട്രോണിനെ അല്ലേ വിട്ടുകൊടുത്തത്. ഓക്സിജൻ ആയിരുന്നെങ്കിൽ അവിടെ 8 ഇലക്ട്രോൺസേ ഉള്ളായിരുന്നു. 2 ഇലക്ട്രോണും കൂടെ വാങ്ങി അത് 10 ഇലക്ട്രോണായി മാറി. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം ഒരു ചേഞ്ചും ഇല്ല, 12 12. രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവും 12 12. ഓക്സിജനിലും പ്രോട്ടോണുകളുടെ എണ്ണം കെമിക്കൽ റിയാക്ഷൻ ബിഫോറും ആഫ്റ്ററും 8 തന്നെയാണ്. ഇനി ചാർജ് ന്യൂട്രൽ ആയിരുന്നു, ചാർജ് ഒന്നും ഇല്ലായിരുന്നു രാസപ്രവർത്തനത്തിന് മുമ്പ്. അതിന് ശേഷം എന്തായി മാറി? പോസിറ്റീവ് ചാർജായി മാറി. മഗ്നീഷ്യം പോസിറ്റീവ് ചാർജായി മാറി. ഓക്സിജനും രാസപ്രവർത്തനത്തിന് മുമ്പ് എന്തായിരുന്നു? ചാർജ് വല്ലതും ഉണ്ടായിരുന്നോ? ചാർജ് ഒന്നും ഇല്ലായിരുന്നു, ന്യൂട്രലായിരുന്നു. ഇനി രാസപ്രവർത്തനം നടന്ന ശേഷം, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ, 2 ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി? ചാർജായി നെഗറ്റീവായി മാറി. ഓക്സിജൻ നെഗറ്റീവ് ചാർജായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് നമ്മൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, ചാർജും എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കേസിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം എഴുതാൻ പറയുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം സെയിം ആണ്. അറ്റോമിക് നമ്പർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ പ്രോട്ടോണുകളുടെ എണ്ണം. റിയാക്ഷന് മുമ്പും റിയാക്ഷന് ശേഷം, രാസപ്രവർത്തനത്തിന് മുമ്പും രാസപ്രവർത്തനത്തിന് ശേഷം നമ്മുടെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. പക്ഷേ ഇലക്ട്രോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവും വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ അറ്റോമിക് നമ്പർ എന്താണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. പിന്നെ റിയാക്ഷൻ നടന്ന ശേഷം, രാസപ്രവർത്തനം നടന്ന ശേഷം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ ഇലക്ട്രോണിനെ വാങ്ങുകയാണെങ്കിൽ അവിടെ രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനാണ് രാസപ്രവർത്തനത്തിന് ശേഷം വ്യത്യാസം ഉണ്ടാകുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് ശേഷമോ മുമ്പോ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ അയോണിക് ബന്ധനം, അയോണിക് ബോണ്ടിങ് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ്, സംയുക്തങ്ങളെയാണ് നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് സവിശേഷതകൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കണം. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്, അയോണിക് സംയുക്തങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം.
അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോലുബിൾ ഇൻ പോളാർ സോൾവൻസ് സച്ച് ആസ് വാട്ടർ. അയോണിക സംയുക്തങ്ങൾ പൊതുവെ ജലം തുടങ്ങിയ പോളാർ ലായകങ്ങൾ ലയിക്കുന്നവയാണ്. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്. ഇവ ബാഷ്പീകരണ സ്വഭാവവും ഇല്ലാത്തവയും കാഠിന്യമുള്ളവയാണ്. അയോണിക സംയുക്തങ്ങൾ. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്. ദേ എക്സിറ്റ് ആസ് ക്രിസ്റ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നു. ജനറലി ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. പൊതുവെ ഇവയ്ക്ക് വളരെ ഉയർന്ന ഉരുകൽ നിലയും തിളനിലയും ആണുള്ളത്. ദോ അയോണിക് കോമ്പൗണ്ട്സ് ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്, ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്യൂസ് സ്റ്റേറ്റ്സ്. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ലെങ്കിലും ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും വൈദ്യുതി ചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് അയോണിക സംയുക്തങ്ങൾക്കുള്ളത്? അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോലുബിൾ ഇൻ പോളാർ സോൾവൻസ് സച്ച് ആസ് വാട്ടർ. അയോണിക സംയുക്തങ്ങൾ പോളാർ സോൾവൻസ് പൊതുവെ ജലം തുടങ്ങിയ പോളാർ ലായകങ്ങളിൽ ലയിക്കുന്നവയാണ്. സോലുബിളാണ്, വാട്ടറിൽ സോലുബിളാണ് അയോണിക് സോൾവൻസ്. അയോണിക് സംയുക്തങ്ങൾ വാട്ടറിൽ സോലുബിളാണ്. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്. അയോണിക സംയുക്തങ്ങൾ അയോണിക് കോമ്പൗണ്ട്സ് നോൺ വോളറ്റൈലും ഹാർഡുമാണ്. ബാഷ്പീകരണ സ്വഭാവമില്ലാത്തവയും നോൺ വോളറ്റൈലും കാഠിന്യമുള്ളവയാണ്, ഹാർഡുമാണ്. ദേ എക്സിറ്റ് ആസ് ക്രിസ്റ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നു. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നു. അയോണിക കോമ്പൗണ്ട്സ് സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽസായി എക്സിസ്റ്റ് ചെയ്യുന്നു. ജനറലി ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. അയോണിക സംയുക്തങ്ങൾക്ക് പൊതുവെ വളരെ ഉയർന്ന ഉരുകൽ നിലയും തിളനിലയുമാണുള്ളത്. വളരെ ഉയർന്ന ഉരുകൽ നിലയും തിളനിലയുമാണുള്ളത്. വളരെ ഉയർന്ന ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റുമാണ് അയോണിക് സംയുക്തങ്ങൾക്ക്. ഉരുകൽ നിലയും തിളനിലയും, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ് അയോണിക സംയുക്തങ്ങൾക്ക്, അയോണിക് കോമ്പൗണ്ട്സിനുള്ളത്. ദോ അയോണിക് കോമ്പൗണ്ട്സ് ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല എങ്കിലും ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്യൂസ് സ്റ്റേറ്റ്സ്. അയോണിക സംയുക്തങ്ങൾ ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ജലീയ ലായനിയിലും വൈദ്യുതി ചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. അയോണിക സംയുക്തങ്ങൾ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്യൂസ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ഖരാവസ്ഥയിൽ അയോണിക് കോമ്പൗണ്ട്സ് വൈദ്യുതി കടത്തിവിടുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക്